റോയൽ എൻഫീൽഡ് മെയ്ഡ് ലൈക്ക് എ ഗൺ. അപ്പോ അതൊന്നും ഒരു ന്യായമല്ലല്ലോ. നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് മേടിച്ച വണ്ടി കുത്തിയാ പൊട്ടിച്ചാളി. ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ മെറ്റിയോ 350 എന്ന് പറയുന്ന ബൈക്കിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇതാണ് അപ്പൊ നമ്മളെ വണ്ടി. നമ്മൾ ഈ വണ്ടി മേടിച്ചിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. നമ്മളിത് ഓടിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ 14,500 കിലോമീറ്ററിന്റെ അടുത്താണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത്. നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. എന്നാലും ഇപ്പോൾ ഈ 2 വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കമ്പനി സർവീസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വണ്ടിക്ക് ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ബാറ്ററിക്ക് ഒരു കപ്പാസിറ്റി കുറവുള്ള പോലെ തോന്നും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചെറിയ രീതിയിൽ ബാറ്ററിന്റെ ഒരു ആബ്സെൻസ് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഈ ചെയിൻ ഇതിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റബ്ബറിന്റെ ഗാർഡ് ഇവിടെ വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതിങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് ഞങ്ങള് സർവീസ് സെന്ററിലൊക്കെ ചോദിച്ചു. അപ്പൊ അവര് അതിനെ പറ്റിയിട്ടുള്ളതൊന്നും പറയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് മേടിച്ച വണ്ടി സർവീസിനൊക്കെ കൊടുത്തിട്ട്, നമ്മളിത് മേടിച്ച സ്ഥലത്ത് തന്നെയാണ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞപ്പോ അവരുടെ നമുക്ക് നല്ലൊരു റെസ്പോൺസ് അല്ല കിട്ടിയത്. അവര് ഓരോരോ ഇങ്ങനത്തെ സാധനങ്ങൾ അവൈലബിൾ അല്ല, അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതിയിലാണ് അവര് സംസാരിച്ചത്. അപ്പോ അതൊന്നും ഒരു ന്യായമല്ലല്ലോ. പിന്നെ ഇതിൽ വേറെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളൊരു എഞ്ചിന്റെ സിഗ്നൽ രീതിയിൽ ഒരു വാർണിംഗ് സൈൻ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇത്രയും കൃത്യമായി സർവീസുകളൊക്കെ ചെയ്തിട്ടും എന്താണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നത് എന്നുള്ളത് ഞങ്ങൾ ഒന്നുകൂടി അടുത്ത പ്രാവശ്യം സർവീസിന് പോകുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് ഞങ്ങൾ സർവീസിന് പോകുമ്പോ എന്തായാലും ചോദിക്കുന്നതാവും. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നും ഇല്ലാണ്ട് ഈ വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ ഗൈസ്, ഇതുപോലെ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് കുത്തിയാ പൊട്ടിച്ചാളി. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്കും കൂടി ചെയ്താളി. അപ്പൊ എല്ലാവർക്കും ബൈ.